ഞാനൊരു കണ്ടസ്റ്റന്റെ പേര് ചോദിക്കട്ടെ. സാബുമാൻ. സാബുമാൻ അങ്ങേര് അവിടെ എന്ത് ചെയ്യുന്നു? അതാണ് അയാളുടെ വിജയം. അതാണ് അയാളുടെ വിജയം. അല്ല, അതായത് ഇവര് നോക്കിയപ്പോ സാബുമാൻ അവിടെ എന്ത് ചെയ്യുന്നു എന്ന് നമ്മൾ ചോദിച്ചല്ലോ. ഈ ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാമിൽ ഒരു കൊമേഡിയനും ഉണ്ട്, ഒരു സീരിയസ് നടനും ഉണ്ട്, ഒരു സഹനടനും ഉള്ളത് പോലെ ഇയാൾ അവിടെ വെച്ചിരിക്കുന്നത് അതിനാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ചർച്ചയല്ലേ ഇപ്പൊ. അയാൾ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ബുദ്ധി ഉണ്ടായിരുന്നു സരിക. എന്റെ ബുദ്ധി ഞാൻ അവിടെ ഞാൻ തന്നെ ബിഗ് ബോസിലേക്ക് പോകാൻ കാരണം എനിക്ക് വളരെ നന്നായിട്ട് കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള ബോധമുണ്ട് ഉള്ളതിനെ കൊണ്ടാണ്. പക്ഷെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും അതല്ല അവിടെ വേണ്ടത്. എന്നെക്കാട്ടും ബോധമുള്ളവരുണ്ടല്ലോ എന്ന് ഞാൻ തിരിച്ചറിയപ്പെടാണ് എന്റെ ബോധം. ഞാൻ അബോധാവസ്ഥ അല്ല, അങ്ങനെയല്ല. നമുക്ക് പ്രശ്നങ്ങൾ നല്ല രീതിയിലും അവതരിപ്പിക്കാം, മോശമായ രീതിയിൽ അവതരിപ്പിക്കാം. എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്, നമ്മളെല്ലാവരും ചോദിക്കും ബിഗ് ബോസ് ഒരു ഷോ തുടങ്ങിയിട്ട് അവരെന്താണ് ഉദ്ദേശിക്കുന്നത്, ജനങ്ങൾക്ക് എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത്. ഈ ബിഗ് ബോസിൽ മെസ്സേജ് ഒന്ന് കൊടുത്തു നോക്കട്ടെ, ആരും കാണൂല. ഒരടി നടന്നു നോക്കട്ടെ. ഏറ്റവും കൂടുതൽ അപ്പാനി പോയ എവിക്ഷൻ അല്ലേ ജനങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടെന്ന് പറയുന്നത്. അതേ സ്ഥാനത്ത് ഇപ്പം ഞാൻ പറയും ഞാൻ വളരെ നല്ലതായിരുന്നു, ഞാൻ പോയപ്പോൾ ആർക്ക് അത് അവള് പോകേണ്ടത് തന്നെയാന്ന് പറയും. അത് കാണാൻ ആൾക്കാർക്കില്ല. ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞ പിന്നെ ബിഗ് ബോസ് വെക്കൂല. എനിക്ക് ഭയങ്കര സങ്കടം. നമുക്ക് അവരെ കാണുമ്പോൾ അയ്യോ നമ്മൾ അവിടെ ഇല്ലല്ലോ. ഞാൻ പോലും ഒറ്റനിരുന്ന് ഇപ്പം പോകുന്ന കാണാൻ വേണ്ടി TV വെച്ചു.